കൊച്ചി മട്ടാഞ്ചേരിയിലെ കായിസ് റെസ്റ്റോറൻറ്റിലാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഇവരുടെ. നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നതും നമുക്കൊരു ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയും ഓർഡർ ആക്കി കേട്ടോ. അതിൻ്റെ കൂടെ നല്ല സലാഡും ഈത്തപ്പഴ അച്ചാറും സാധാരണ അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ബീഫ് ബിരിയാണി ഓർഡർ ആക്കി കേട്ടോ. ആ ബീഫ് ബിരിയാണി എടുത്ത് ഇങ്ങനെ പ്ലേറ്റിലോട്ട് തട്ടി കേട്ടോ. ആ കാണുമ്പോൾ തന്നെ അത് കൊതിയായി കേട്ടോ അത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഞാനൊന്നും നോക്കിയില്ല, ഇതെടുത്ത് പ്ലേറ്റിലോട്ട് അങ്ങ് തട്ടി കേട്ടോ. സോ അതിനുശേഷം പിന്നെ ചിക്കൻ ബിരിയാണിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ ബിരിയാണിയും കൂടെ എടുത്ത് പ്ലേറ്റിലോട്ട് അങ്ങ് തട്ടി കേട്ടോ. സോ രണ്ട് റൈസായിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണിയുടേത് കുറച്ച് ചെറിയ റൈസായിരുന്നു, ചിക്കൻ ബിരിയാണിയുടേത് കുറച്ച് വലിയ റൈസായിരുന്നു ഗൈസ്. സോ എന്തായാലും ഇത് രണ്ടും പ്ലേറ്റിലാക്കി ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം. ആദ്യം ബീഫ് തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു സലാഡും എല്ലാം കൂടെ എടുത്ത് വെച്ചതിന് ശേഷം ബീഫിനെ കണ്ടില്ലേ, കയ്യിൽ നിന്ന് ഊർന്ന് പോവുകയാണ് കേട്ടോ. സോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടെൻഡറും ജ്യൂസി ആയിട്ടുള്ള നല്ല സൂപ്പർ ബീഫായിരുന്നു കേട്ടോ. അതെടുത്ത് ഇങ്ങനെ കഴിച്ചു നോക്കി കേട്ടോ. കഴിച്ചു നോക്കിയപ്പോൾ തന്നെ വായിൽ കപ്പലോടി കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബെസ്റ്റ് ബിരിയാണി കേട്ടോ. റീസെൻ്റ്ലി ഞാൻ കഴിച്ചതിലുള്ളതിൽ നല്ല ബെസ്റ്റ് ബിരിയാണി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഞാനൊരു പപ്പടവും കൂടെ എടുത്ത് വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിച്ചു നോക്കി കേട്ടോ. ഒരു രക്ഷയുമില്ല കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഈത്തപ്പഴ അച്ചാറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മൈൽഡ് ആൻഡ് ഒരുപാട് സ്വീറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല മൈൽഡ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ബിരിയാണി കഴിച്ചു കേട്ടോ. സോ നിങ്ങളിനിയിപ്പോൾ കൊച്ചിയിൽ വല്ലതുമൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ കായിസിൽ പോയി കഴിക്കും കേട്ടോ. ബെസ്റ്റ് ബിരിയാണിയാണ്. മട്ടാഞ്ചേരിയിലാണ് കേട്ടോ ഇത്. ദേവിക ഇറങ്ങി